ഇവിടമാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് സ്ഥലം. ഇതേപോലെ തന്നെയായിരുന്നു സ്റ്റെപ്പ് അപ്പുറത്തെ ഉള്ളത്. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head, I like you in my bed, but you keep me on red. Oh, everything is like a test, I better not text or I'll come off desperate. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares, standing right there. But if I lay down. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ട്രാവലറിന്റെ വീഡിയോ കുറച്ച് നാളായല്ലേ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം നമുക്ക് വർക്ക് എത്രത്തോളം ആയിന്ന് കാണാം. ഇപ്പം നമ്മൾ അത്യാവശ്യം ഒന്ന് വാഷൊക്കെ ചെയ്യുന്ന, അതായത് ഓരോ ബോഡി വർക്ക് ചെയ്യുന്ന ആൾക്ക് തിരക്ക്, പെയിന്റിങ്ങിന്റെ തിരക്ക് എല്ലാം കൂടി നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന പെയിന്റിങ്ങിന്റെ വർക്ക് ഏകദേശം ടോപ്പ് സൈഡെല്ലാം തുരുമ്പിച്ചത് കുറച്ച് വൃത്തിയാക്കിയ ശേഷം പെയിന്റിങ്ങിന്റെ വർക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാൻ വേണ്ടിയാണ്. എന്നാലും പെട്ടെന്ന് പരിപാടി വരുള്ളൂ. എന്നാലും ചെയ്തെടുത്തോളം എത്രത്തോളം ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഉള്ളിൽ നമ്മളിപ്പോൾ എല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയാണ്, ഉള്ളെല്ലാം പെയിന്റ് അടിക്കണം. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസ് കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. പുറകുവശവും ഏകദേശം ആയിരിക്കുന്ന ചെറിയ ചെറിയ സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മൾ മൊത്തം ഉള്ളെല്ലാം ഇന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. മൊത്തം ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കി നമുക്ക് നോക്കണം. അന്നേരം ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഇനി അഴിക്കണം. എന്നിട്ട് വേണം അവിടെ ഇത് കണ്ടില്ല, ഈ സൈഡ് നമ്മൾ വേറെ കട്ടാക്കി കൊണ്ടുവന്ന് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഇവിടെ ഫുള്ള് പോയി കണ്ടില്ല, ഈ പീസുകളെല്ലാം ഫുള്ള് നിങ്ങൾക്ക് വീഡിയോ കാണാം. അതുപോലെ ഡാഷ്ബോർഡിന്റെ ആ സൈഡ് ഫുള്ള് ദ്രവിച്ചു പോയി. അന്നേരം ആ ഡാഷ്ബോർഡ് അടുത്ത ദിവസം ഇറക്കിയിട്ട് മൊത്തം ആ ഫ്രണ്ട് സൈഡ് വെൽഡ് ചെയ്യണം. ഡാഷ്ബോർഡ് ഇറക്കുമ്പം ഫ്രണ്ടിൽ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ അയച്ചിട്ട് വെൽഡിങ് പണി തുടങ്ങുവാണ്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോ കാണാം അങ്ങനത്തെ എല്ലാം അയച്ചിട്ട് ചെയ്യുന്നത്. ഓൾറെഡി ഇപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം പാച്ചുകൾക്ക് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും നല്ല ഒന്ന് വൃത്തിയാക്കിയിട്ട് തുരുമ്പ് കയറാത്ത രീതിയിൽ പെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതാക്കണം. ഓരോ വർക്ക് ഓരോ സമയം അനുസരിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഉള്ളെല്ലാം ഞായറാഴ്ച വേണ്ടെന്ന് മെഷീൻ കൊണ്ട് ഉള്ളെല്ലാം ഒന്ന് ക്ലീനാക്കി നോക്കാനാണ്. മെയിൻ പെയിന്റിങ്ങിന്റെ വർക്ക് എന്നിട്ട് സ്റ്റാർട്ടാക്കുവാണ്. പെയിന്റിങ്ങിലെ മൊത്തം പൊളിഞ്ഞിട്ടാണുള്ളത്. അതുപോലെ സൈഡ് ഇതുപോലത്തെ സൈഡെല്ലാം തുരുമ്പിച്ച കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. എന്നാൽ മാത്രമേ നമുക്കത് കാര്യമുള്ളൂ. അതും കൂടി റെഡിയാക്കിയിട്ട് ഇനി മെയിൻ അതും കൂടി റെഡിയാക്കിയിട്ട് പെയിന്റിങ് ഒരു സൈഡിൽ നിന്ന് തുടങ്ങുവാണ്. അതുപോലെ ബോഡിയുടെ കട്ടാക്കി ഒരു പീസ് കിട്ടിയിട്ട് വേണം അവിടെ നമുക്ക് ചെയ്യാൻ, ലെഫ്റ്റ് സൈഡ് ചെയ്യാൻ വേണ്ടി. ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ അവസ്ഥ. ഉള്ളെല്ലാം അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതാക്കും. സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ച് ക്ലീനാക്കി എടുത്താൽ മതി. ഉള്ളെല്ലാം നമുക്ക് അടിപൊളിയാക്കി എടുക്കണം. ഓക്കെ, അന്നേരം അത്യാവശ്യം വലിയ ഓട്സുകളെല്ലാം അടിച്ചു. ഇനി നമുക്ക് ആ ഫ്രണ്ട് സൈഡ് കാണാം, ഏറ്റവും പ്രശ്നമുള്ള സ്ഥലം. അതുപോലെ ഈ മൂലകളെല്ലാം കണ്ടില്ല, ഈ മൂല മെയിൻ, ഈ മൂല. അതുപോലെ ടോപ്പ് നമുക്ക് ഇളക്കാൻ പറ്റുമെങ്കിൽ ഇളക്കിയിട്ട് തന്നെ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അതുപോലെ ഈ സൈഡ് ഫുൾ ഉള്ളുവശ തുരുമ്പ, അത് ഫുൾ കട്ട് ചെയ്ത് മാറ്റണം. ഈ രൂപത്തിൽ തന്നെയാണ് പണിയെടുക്കുന്നത്. ന്യൂ ഷേപ്പ് ഒന്നും ആക്കുന്നില്ല, ഇതേ രൂപത്തിൽ നല്ല ലുക്കാക്കി നമുക്ക് എടുക്കണം. ഇവിടമാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് സ്ഥലം. ഇതേപോലെ തന്നെയായിരുന്നു സ്റ്റെപ്പ് അപ്പുറത്തെ ഉള്ളത്, നമ്മൾ അത്രയാക്കി. പക്ഷേ ഈ സൈഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമുക്ക് കട്ടാക്കിയിട്ട് പീസ് എടുക്കുക. അതുപോലെ ഇവിടെ കണ്ടില്ലേ, ഈ ഉള്ളുവശം രണ്ട് സൈഡും ഭയങ്കര ചതിവാണ്, ഉള്ളു ഫുൾ പോയി. അന്നേരം വയറിങ് എല്ലാം അയച്ചിട്ട് അടുത്ത ദിവസം തുടങ്ങണം. ഇപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞ ടൈമല്ലേ, അന്നേരം നമുക്ക് അടിപൊളിയാക്കി എടുക്കണം. അതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ ബോഡിയെല്ലാം അങ്ങ് തുടങ്ങി വെക്കാം. അപ്പോൾ പെയിൻറ്റിങ്ങിനും തിരക്ക് കുറഞ്ഞ ടൈമാണ്, പക്ഷേ ബോഡി വർക്കും മെക്കാനിക്കലുമാണ് തിരക്ക്. അന്നേരം അതിനനുസരിച്ച് അത് അറേഞ്ച്മെൻറ്റ് ചെയ്യണം.
അപ്പോൾ ഈ എഡ്ജ് കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല, ചെറിയ തുരുമ്പുള്ളത് മാത്രം ചെയ്താൽ മതി. ആ സൈഡും ഈ മൂലയൊക്കെ നമ്മൾ പെയിൻറ്റിങ്ങിന് മുമ്പ് എടുക്കണം, ഇല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്താൽ പിന്നീട് അത് പൊട്ടി വരും. അതുകൊണ്ട് അവിടെ എല്ലാം എഡ്ജെല്ലാം കറക്റ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അന്നേരം നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി ഒരു സൈഡ് ചെയ്യാം. അതുപോലെ മെക്കാനിക്കലും പാച്ച് വർക്ക്, ബോഡി വർക്ക് ഭയങ്കര തിരക്കാണ്, അതുകൊണ്ടാണ് പണി മുന്നോട്ട് പോകാത്ത. എല്ലാവരും ക്ഷമിക്കണം. അന്നേരം ഇതാണ് അവസ്ഥ. നമുക്കിത് ഇടിവെട്ടായിട്ട് എടുക്കണം. നേരത്തെ നമ്മൾ ഫോട്ടോയിൽ കാട്ടിയിരിക്കുന്ന രൂപത്തിൽ അതിനും പ്രത്യേക കുറച്ചും കൂടി വെറൈറ്റി ആക്കി എടുക്കണം. അതുപോലെ മെക്കാനിക്കൽ, അതായത് നമ്മൾ ലാസ്റ്റ് കയറ്റി വെച്ചപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയാണ്. എല്ലാവരും കണ്ടാണ് ഇത്ര വർഷം സ്റ്റാർട്ടാക്കാതെ കിടന്നിട്ട് നമ്മൾ ഓടിച്ചുകൊണ്ട് വന്ന വണ്ടിയാണ്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് രണ്ടാമത് കയറ്റി വെച്ചപ്പോൾ സ്റ്റിയറിംഗ് എല്ലാം ഏകദേശം കട്ടായി. പവർ സ്റ്റിയറിംഗ് തൊട്ട് റേഡിയേറ്റർ തൊട്ട് എല്ലാ സംഭവവും നമ്മൾ നോക്കണം. ടാങ്കിൽ വരുന്ന പൈപ്പ് ലീക്കുണ്ട്. അന്നേരം ഇത് ഏകദേശം ബോഡി വർക്ക് ഒതുങ്ങിയ പാട് അതിൻ്റെ കൂടെ തന്നെ എല്ലാ പരിപാടിയും തുടങ്ങുകയാണ്. അതായത് മെക്കാനിക്കൽ പുറകിലത്തെ വീല്, ലീഫ് അങ്ങനെ തൊട്ട് അടുത്ത ദിവസം തൊട്ട് സ്റ്റാർട്ടാക്കുവാണ് ബാക്കി വർക്ക്. അല്ലാതെ നമ്മൾ ബോഡി വർക്ക് തീരട്ടെ എന്ന് വെച്ചിരുന്നാൽ നടക്കില്ല. അന്നേരം ബോഡി വർക്ക് തിരക്കാവും, പിന്നെ പെയിൻറ്റിങ് തിരക്കാവും. അതുകൊണ്ട് ഇപ്പം നമ്മൾ പെയിൻറ്റിങ്ങും മെക്കാനിക്കലും എല്ലാം കൂടി തിരക്ക് എന്തൊക്കെ കുറയുന്ന അതിനനുസരിച്ച് നമ്മൾ പണിയെടുക്കാൻ പോവാണ്. കാര്യം നമ്മുടെ വണ്ടി മാത്രം പണിതാൽ പോരല്ലോ, എന്നാലല്ലേ നമുക്കിതൊക്കെ പണിയാനും പറ്റുള്ളൂ. അന്നേരം എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കണം. വീഡിയോ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, ട്രാവലർ എന്തായി, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ ട്രാവലർ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നമുക്ക് അടിപൊളി ലുക്കിൽ നമുക്ക് ഇതാക്കി എടുക്കണം. കാര്യം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വർക്ക് എടുക്കുന്നുള്ളൂ, ഫുൾ ടൈം എടുക്കുന്നില്ല, അതുകൊണ്ടാണ് താമസിക്കുന്നത്. എല്ലാവരും അന്നേരം കാത്തിരിക്കുക.